हरि ओम। ओम सहनाववतु सहनौ भुनक्तु सह वीर्यं करवावहै तेजस्विनावधीतमस्तु मा विद्विषावहै। ओम शांति शांति शांति। शान्ताकारं भुजगशयनं पद्मनाभं सुरेशं विश्वाधारं गगनसदृशं मेघवर्णं शुभाङ्गं लक्ष्मीकान्तं कमलनयनं योगिहृद्यानगम्यं वन्दे विष्णुं भवभयहरं സർവലോകൈകനാഥം. ഇന്ന് നമ്മൾ ചൊല്ലുന്ന ശ്ലോകങ്ങൾ 84 85. 83 കഴിഞ്ഞു. ദുരാവാസോ ദുരാരിഹ അത് കഴിഞ്ഞു. 84 85. ശുഭാംഗോ ലോകസാരംഗ സ്തുതന്തുസ്തന്തുവർദ്ധന ഇന്ദ്രകർമ്മ മഹാകർമ്മ കൃതകർമ്മ കൃതാഗമ ഉത്ഭവ സുന്ദര സുന്ദോ രത്നനാഭ സുലോചന അർക്കോ വാജസന ശൃംഗി ജയന്ത സർവവിജയീ. എന്നെടുക്കുന്ന നാമാദ്യത്തെ 782. ശുഭാംഗ കണ്ട നാമാണ്. മനോഹരവും മംഗളകരവുമായ അംഗങ്ങളോടുകൂടിയവൻ. സത്വം യത്തത്പരാഭ്യാമപരികലനതോ നിർമ്മലം തേന താവത് ഭൂതേർഭൂതേന്ദ്രിയസ്ഥൈ വപുരിതി ബഹുശ ശ്രൂയതേ വ്യാസവാക്യം. ശരീരം ഭഗവാനെ വർണ്ണിക്കുന്നുണ്ടല്ലോ ഭട്ടതിരിപ്പാട്. അതൊക്കെ നമ്മൾ കണ്ടതാ. മനോഹരമായിട്ടുള്ള അംഗഭംഗിയുള്ള ശരീരം. അഗ്രേ പശ്യാമി തേജോ നിബിടകള തരാന്നൊക്കെ പറഞ്ഞിട്ടുള്ള ശ്ലോകങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒന്ന് റീപ്ലേ ചെയ്യുക, ഒന്ന് ഓർമ്മിക്കുക. ഇതേ നാമം തന്നെ നമ്മൾ കുറച്ച് മുമ്പ് കണ്ടിട്ടുണ്ട്. ശുഭാംഗ സന്ധിത സൃഷ്ട 500 കഴിഞ്ഞിട്ട് 586. ശുഭാംഗ സന്ധിത സൃഷ്ട. വളരെ വിപുലമായിട്ട് വ്യാഖ്യാനിക്കുകയും ചെയ്തു ആ നാമം. നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് തൽക്കാലം അത് അധികം പറയാണ്ട് സ്കിപ്പ് ചെയ്യാം. സാമാന്യ അംഗഭംഗിയുള്ള ആണ് ഭഗവാന്റെ ശരീരം, തൻ്റെ ഘടന, അവതാരങ്ങൾ. മറ്റേ പരബ്രഹ്മത്തിന് ശരീരം ഇല്ലല്ലോ. അവതാര പുരുഷന്മാരുടെ ശരീരമാണ് ഭഗവാന്റെ ശരീരം. അതെല്ലാം വളരെ അംഗഭംഗിയോട് കൂടിയിട്ടുള്ളതാണ്. നമ്മൾ ശ്രീരാമൻ്റെ അംഗഭംഗങ്ങളൊക്കെ വാൽമീകി രാമായണത്തിന് കുറേ ശ്ലോകങ്ങളെടുത്ത് നമ്മൾ വിവരിച്ചു. അതൊക്കെ ഒന്ന് ഓർക്കുക. ഓക്കെ. പിന്നെ അടുത്ത നാമം 783. ലോകസാരംഗ. പുതിയൊരു നാമാണ്. സാരംഗ എന്ന ശബ്ദത്തിന് വണ്ട് എന്നുള്ളൊരർത്ഥമുണ്ട്, മാൻ എന്ന അർത്ഥമുണ്ട്. ഒന്ന് വണ്ട്, ഒന്ന് മാൻ. ലോകം എന്ന ശബ്ദത്തിന് വിശ്വവേദങ്ങൾ, വിശ്വം വേദങ്ങൾ എന്നൊക്കെ അർത്ഥമുണ്ട്. വിശ്വം എന്നുള്ള അർത്ഥമുണ്ട്. ജഗത്ത്, ലോകം, ഫീൽഡ് ഓഫ് എക്സ്പീരിയൻസ്. വേദങ്ങൾ എന്നുള്ള അർത്ഥമുണ്ട് ലോക എന്ന് പറഞ്ഞാൽ. അപ്പം സാരംഗം എന്ന വാക്ക് വണ്ട് എന്ന അർത്ഥം എടുത്താൽ, സാരംഗം എന്ന നാമം വണ്ട് എന്നുള്ള അർത്ഥം എടുത്താൽ, വണ്ട് ഈ പുഷ്പരസം എങ്ങനെ ആസ്വദിച്ച് ഭക്ഷിക്കുന്നുവോ, അല്ലേ, അതിൽ തേൻ നുകർന്നിട്ട് പുഷ്പത്തിനെ എങ്ങനെയാണോ വണ്ട് ആസ്വദിക്കുന്നത്, അതുപോലെ താൻ സൃഷ്ടിച്ച ജനങ്ങളുടെ ശുഭങ്ങളെല്ലാം ഭഗവാൻ അസാമാന്യമായിട്ട് ആസ്വദിക്കാനാണ്. സന്മാർഗികളും സന്മനസ്സുമുള്ള ജനങ്ങളെ ഭഗവാൻ
ആസ്വദിക്കുന്നു. ഹായ് കേമൻ, ഇതന്നെയായിരുന്നു ഞാൻ എന്നോട് ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളൊരു ആ, മനസ്സിൽ ഭാവം വന്ന് ഭഗവാൻ സന്തുഷ്ടനാവുന്ന അർത്ഥം. ഈ ബിക്കംസ് കണ്ടന്റഡ് ബൈ ഹിസ് ക്രിയേഷൻ. കേമൻ. സന്മാർഗികൾ, ധാർമ്മിക വഴി കൂടെ നടക്കുന്നവർ, സന്മനസ്സുള്ളവർ, അദ്വേഷ്ട, സർവഭൂതാനം, മൈത്രക്കരുണയേവച എന്നീ ഗുണങ്ങൾ പലതുമുള്ളവർ, അവരെയൊക്കെ ഭഗവാൻ വണ്ട് എങ്ങനെയാണോ പുഷ്പം ആസ്വദിക്കുന്നത് അതുപോലെ ഭഗവാൻ ആസ്വദിക്കും. അതാണ് ലോകസാരംഗ. ലോകസാരംഗ, ലോകം സൃഷ്ടിച്ച ലോകം, വിശ്വത്തിൽ സൃഷ്ടിച്ച ജനങ്ങൾ. രണ്ട്, മാൻ എന്നുള്ള അർത്ഥം എടുത്തു കഴിഞ്ഞാൽ ഈ ലോകത്തിൽ എവിടെയും മാനിനെ പോലെ വേഗത്തിൽ, മാൻ്റെ ഓട്ടം കേമാണ്, പ്രസിദ്ധമാണ്, വളരെ സ്പീഡിൽ ഓടുന്നതാണ് പറയാം. മാൻ്റെ ഓട്ടം, മാൻ്റെ നോട്ടം, കേഴമാൻ്റെ നോട്ടം ഉണ്ടല്ലോ, അതൊക്കെ ഗംഭീരമായിട്ടുള്ള നോട്ടങ്ങളാണ്. സകല ദിക്കിലേക്ക് ആ നോട്ടം എത്തും. നീണ്ട കണ്ണ മാൻ്റെ എന്ന് പറയും. ഭഗവാന്റെ അതെ, നീണ്ട കണ്ണ. കാരുണ്യാകുല നേത്രമാർദ്രഹസിതം. ഭഗവാന്റെ ഓട്ടം അതെ, എവിടെ വേണമെങ്കിൽ ഓടി എത്തും ചെയ്യും, വേഗം എത്തും, ടപ്പെന്നെത്തും. അർത്ഥത്രാണപരായണ എന്ന് വിളിച്ചാൽ റെഡി. ഗജേന്ദ്രൻ വിളിച്ചാലും ശരി, പാഞ്ചാലി വിളിച്ചാലും ശരി, ആര് വിളിച്ചാലും ശരി, റെഡി. പൂന്താനം വിളിച്ചാൽ അടക്കം. പിന്നെന്തിനാ പറയണം? നമ്മൾ വിളിച്ചാലും എത്തും, ഒരു സംശയമില്ല. പക്ഷേ വിളിയോടെ കേൾക്കണം. നമ്മൾ ഈ കുണ്ടങ്കനിലിരുന്നിട്ടാണ് വിളിക്കണത്, മേപ്പെട്ട് പോവില്ല ശബ്ദം. മനസ്സിലായില്ലേ? അപ്പോൾ ഇതൊന്ന് പുറത്തു വരിക, ഈ ചലക്കുണ്ടിൽ നിന്ന് പുറത്തു വരിക, ഒന്ന് പുറത്തു വന്നിട്ട് വിളിക്കുക. ഇതൊന്ന് കയറണമെങ്കിൽ ഭഗവാന്റെ കൃപ വേണം, അത് ശരിയാ. പക്ഷെ ഇവിടുന്ന് ഒന്ന് തല പൊക്കി പരിശ്രമിച്ചിട്ട് വേണം വിളിക്കാനാ. ചളിയുടെ അടി കിടന്നിട്ട് ഭഗവാനെ ഭഗവാനെ എന്ന് വിളിച്ചാൽ കേൾക്കില്ല. അപ്പോൾ മാൻ്റെ നോട്ടം, ഭഗവാന്റെ നോട്ടം കേട്ട് നമുക്കിടയിലേക്ക് എത്തണമെങ്കിൽ, മാൻ്റെ നോട്ടം വളരെ പ്രസിദ്ധ. കവികളൊക്കെ അങ്ങനെ വർണ്ണിക്കും മാൻ്റെ നോട്ടത്തിന്. പൊന്നിൻ കേഴക്കിടാവിൻ കഴലതൊരു പെരുമ്പാമ്പു മന്ദം വിഴുങ്ങിത്തിന്നുമ്പോൾ കേണു നോക്കും മിഴിയതിൽ അഴകേറുന്ന ലോലായതാക്ഷി എന്ന് പറയും. സ്ത്രീകളുടെ നോട്ടത്തെക്കുറിച്ച് വർണ്ണിക്കുകയാണ്. ആ മാൻ്റെ നീണ്ട കണ്ണാണ് അർത്ഥം. അപ്പോൾ ഭഗവാന്റെ നോട്ടവും അതുപോലെയാണ്, നീണ്ട നോട്ടാണ്. എവിടേക്ക് വേണമെങ്കിൽ എത്തും. റേഡിയസ് എന്താ പറയുക, അതിൻ്റെ ആ ബീം എവിടേക്ക് വേണമെങ്കിൽ എത്തും ഭഗവാന്റെ നോട്ടം. ഈ സർക്കസൊക്കെ നാട്ടിൽ വരുമ്പോൾ എന്താ പറയുക, അതിന് പറയാം, ഒരു ലൈറ്റ്, ഫ്ലാഷ് ലൈറ്റ് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യില്ലേ, ലൈറ്റ് ഹൗസിലൊക്കെ കാണില്ലേ രാത്രിയൊക്കെ, അതുപോലെയുള്ളൊരു ലൈറ്റ്, സെർച്ച് ലൈറ്റ്. യെസ്, സെർച്ച് ലൈറ്റ്. അപ്പോൾ ആ സെർച്ചിൽ നമ്മൾ പെടണം, ഭഗവാന്റെ നോട്ടത്തിൻ്റെ ആ സെർച്ചിൽ നമ്മൾ പെടണം. അതാണ് മാൻ എന്നുള്ള വരുന്നത്. സ്പീഡും ഓടിയെത്തുക, എവിടെ വേണമെങ്കിൽ എത്തും ഭഗവാൻ, ആര് വിളിച്ചാലും എത്തും. വിജയൻ വിളിച്ചാൽ വേഗം എത്തും. ഏ ഏത് വിജയനാ മനസ്സിലായില്ലേ? എനിവേ, അതാണ് മാൻ. ഭഗവാൻ ഓൾ പെർവേസീവ് ആവുക കാരണം മാൻ്റെ നോട്ടും ആവാം, മാൻ്റെ സ്പീഡും ആവാം. ലോകസാരംഗ. ലോകം എന്നതിന് വേദം എന്നുള്ള അർത്ഥം ഉള്ളതുകൊണ്ട് അതും എടുക്കാം. അതിൻ്റെ സാരമായിട്ടുള്ള അംഗം, വേദത്തിൻ്റെ സാരമായിട്ടുള്ള അംഗം ലോകസാരംഗ. ലോകത്തിൻ്റെ, വേദത്തിൻ്റെ സാരമായിട്ടുള്ള അംഗം ഏതാ? ഉപനിഷത്തുകൾ അല്ലേ? വേദാന്തം, വേദത്തിൻ്റെ അവസാനം അതല്ലേ? വേദാന്തം എന്ന് പറയുന്നത് ഉപനിഷത്താണ്, ജ്ഞാനകാണ്ഡ ഉപനിഷത്താണ്. എന്ന് വെച്ചാൽ ജ്ഞാനം, ബ്രഹ്മൻ എന്നർത്ഥം ചുരുക്കി പറഞ്ഞാൽ. അത് എന്ത് രൂപത്തിലാണ്? വേദങ്ങളുടെ സാരം ഏതാ? എല്ലാ വേദങ്ങളുടെയും സാരം എന്താ? ബ്രഹ്മൻ തന്നെയാണെങ്കിലും അതിന് ഒരു പെട്ടെന്ന് മനസ്സിലാക്കാൻ നമുക്കറിയാൻ വേണ്ടിയിട്ട് ഒരു ശബ്ദരൂപത്തിൽ, അക്ഷരരൂപത്തിലാക്കി കൊടുത്തു ഓങ്കാരം. പ്രണവസ്വരൂപനാണ് ഭഗവാൻ, പ്രണവ. അപ്പോൾ ഓങ്കാരസ്വരൂപനാണ് ഭഗവാൻ. അതാണ് ലോകസാരംഗ. ഇതിലാണ് ലോകസാരംഗം. മനസ്സിലായില്ലേ?
അടുത്തത് 784 സുതന്തു. സുതന്തു ശോഭനമായ വിസ്താരമുള്ളവൻ ഒരർത്ഥമുണ്ട്. സുതന്തു എന്ന് വെച്ചെങ്കിൽ തന്തു വെച്ചെങ്കിൽ നൂല് എന്നുള്ള അർത്ഥമുണ്ട്. നല്ല നൂല് പോലെ നീളുന്നവൻ. നൂലിങ്ങനെ നീണ്ടു പോലോ. നൂലങ്ങോട്ട് കെട്ടഴിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പട്ടത്തിൻ്റെ ഒക്കെ നൂല് കണ്ടിട്ടില്ലേ, ഇങ്ങനെ റോളിൻ്റെ മുകളിൽ ഇങ്ങനെ പൊക്കോളും, ഇങ്ങനെ ആകട്ടെ. നൂലിനെ പോലെ നീണ്ടു പോകുന്നവൻ, ശോഭനമായ വിസ്താരമുള്ളവൻ. തന്തു തന്തുനാനേവ എന്നൊക്കെ പറയില്ലേ മന്ത്രങ്ങളിൽ. അപ്പോൾ ശോഭനമായ വിസ്താരമുള്ളവൻ. അഗെയിൻ ഓൾ പെർവേസീവ്നെസ്. ബ്രഹ്മം എന്ന് പറഞ്ഞ പദാർത്ഥം ഏകമാണെങ്കിലും പദാർത്ഥം എന്നും പറയാൻ പറ്റില്ല. അത് പദാർത്ഥമല്ല, പദാർത്ഥമല്ല അത്. അപ്പം അത് ഏകമാണെങ്കിലും താൻ പലത് ആകണം എന്ന് സങ്കല്പിച്ച് വേണമെന്ന് വെച്ച് വിൽഫുൾ പ്ലേ, അറിയാണ്ട് കളിക്കുന്നതല്ല, വിൽഫുൾ പ്ലേ. എനിക്ക് കളിക്കണം എന്ന് വിൽഫുള്ളായിട്ട് സങ്കല്പിച്ച് പലതാകണം എന്നൊരു സങ്കല്പം ഭഗവാനുണ്ടായി. ഒന്നായിട്ടിരിക്കണേക്കാൾ നല്ലത് ഒന്ന് കുറേ ആളായിട്ട് മാറുക. ഒരു കോൺകേവ് മിററോ കോൺവെക്സ് മിററോ എന്ന് വെച്ചിട്ട് ഇങ്ങനെ നോക്കുക. റിഫ്ലക്ഷൻസ് എല്ലാം അങ്ങനെ കാണണം, കുറേ ആൾക്കാരായിട്ട് ഇങ്ങനെ കാണുക. അതുകൊണ്ട് അത് വിസ്താരമേറിയ പ്രപഞ്ചമായി മാറി ഭഗവാൻ. ഒന്നുതന്നെയാണ്. ഒന്നായ നിന്നയിഹ രണ്ടെന്നു കണ്ടുള്ളത്. രണ്ട് മീൻസ് മോർ ദാൻ വൺ. അതാണ് ശോഭനമായ വിസ്താരമുള്ളവെന്ന് പറയാൻ കാരണം. വളരെ വിസ്തരിക്കപ്പെട്ടു ഈ ലോകം. ഭഗവാൻ സങ്കല്പിച്ചേ ഉള്ളൂ. ഒറ്റ സങ്കല്പം, ഉടനെ എത്തി മായ. ആ ശരി, ഇനിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു കേട്ടോ, ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട. അത് പ്രകടമായി, നാനാത്വം പ്രകടമായി. ഏകത്വത്തിൽ നിന്ന് നാനാത്വം പ്രകടമായി. ഡൈവേഴ്സിറ്റി ഫ്രം യൂണിറ്റി. ഇതിപ്പം ഉണ്ടാക്കിയ വാക്കൊന്നുമല്ല അത്. നമ്മുടെ രാഷ്ട്രത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക, അടിത്തറ കാണിക്കുന്ന ഒരു ചിഹ്നമാണ് ഒരു ഈ വാക്കുകൾ. ഡൈവേഴ്സിറ്റി ഫ്രം യൂണിറ്റി. മനസ്സിലായില്ലേ? ഭാരതം മാത്രമേ അങ്ങനെ ഒരു രാജ്യമുള്ളൂ. മറ്റുള്ള എല്ലാ രാജ്യങ്ങളും യൂണിറ്റി ഇവിടെ നിൽക്കുകയാണ്. നമ്മൾ മാത്രം യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി. ഡൈവേഴ്സിറ്റി ഫ്രം യൂണിറ്റി. മനസ്സിലായോ? അങ്ങനെയുള്ള സൃഷ്ടിയുടെ കർത്താവായതുകൊണ്ട് സുതന്തു എന്ന് അദ്ദേഹത്തിനെ വിളിക്കുന്നു. ശോഭനമായ വിസ്താരമുള്ള സൃഷ്ടി ഉണ്ടാക്കിയവൻ. തന്തു എന്നാൽ ഞാൻ പറഞ്ഞില്ലേ, നൂല് എന്നൊരർത്ഥമുണ്ട്. നൂല്. ഭഗവാൻ പലതരം നൂല് നൂൽക്കുന്നു. സ്വന്തം ഉണ്ടാക്കുന്നതാണല്ലോ നൂല്. എട്ടുകാലി, യഥ ഊർണനാഭി നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട്. യഥ ഊർണനാഭി. സൃഷ്ടിയുടെ ക്രിയേഷൻ എങ്ങനെയാണ്? ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ നൂല് വരുന്നത്. ആ നൂല് കൊണ്ടാണ് ഇതിനൊക്കെ ചുറ്റിയിടുന്നത്. അപ്പോൾ വ്യത്യസ്ത വർണ്ണങ്ങളായിട്ടുള്ള നൂലുകൾ ഭഗവാൻ ഇങ്ങനെ ചമയ്ക്കണു. അങ്ങനെ പലതരം നൂലുകൊണ്ട് പലതരം വസ്ത്രങ്ങൾ നെയ്തെടുക്കുന്നു ഭഗവാൻ. ഈ പ്രപഞ്ചത്തിൻ്റെ എല്ലാ വസ്തുക്കളിലും വസ്ത്രം എങ്ങനെയാണോ നൂലിൽ നിന്ന് നെയ്തെടുക്കുന്നത്, വ്യത്യസ്ത വർണ്ണശബളങ്ങളായിട്ടുള്ള നൂലിൽ നിന്ന് വർണ്ണശബളങ്ങളായിട്ടുള്ള വ്യത്യസ്തമായ വസ്ത്രങ്ങൾ എങ്ങനെ ഉണ്ടാക്കുന്നു, അതുപോലെ തന്നെ ഭഗവാന്റെ മായ കൊണ്ടുണ്ടാക്കിയ നൂലിൽ നിന്ന്, തന്തുവിൽ നിന്ന്, സുതന്തുവിൽ നിന്ന് ഈ വർണ്ണശബളമായ പ്രപഞ്ചം, ദിസ് ഗ്ലോറിയസ് വേൾഡ്, വണ്ടർഫുൾ യൂണിവേഴ്സ്, അപ്പോൾ ഈ പ്രപഞ്ചത്തിൽ എല്ലാ സൃഷ്ടികളിലും ഭഗവാന്റെ നൂലുണ്ട്. എങ്ങനെയാണോ വസ്ത്രത്തിൽ നൂല് നിൽക്കുന്നത്, എല്ലാ വസ്ത്രത്തിലും നൂലല്ലാണ്ട് വേറെ ഒന്നുമില്ല. അതിൽ വസ്ത്രം നെയ്യുന്ന രീതി ഞങ്ങൾക്ക് അറിയാലോ. ഊടും പാവും പിന്നെ വെർട്ടിക്കലായിട്ട് കുറേ നെയ്യും, ഹൊറിസോണ്ടലായിട്ട് കുറേ നെയ്യും, തലങ്ങും വിലങ്ങും അങ്ങനെയുള്ള നെയ്യാണ്.
നെയ്തെടുക്കുക വസ്ത്രം അങ്ങനെയാണല്ലോ. അപ്പോൾ നെയ്തെടുത്ത് കഴിഞ്ഞാൽ ആ വസ്ത്രത്തിലെ നൂലിന് എന്താ പറയുക, ഊടും പാവും ആ വസ്ത്രത്തിൻ്റെ നൂലാണ്. ഊട മീൻസ് വാർപ്പ്, മറ്റത് വെഫ്റ്റ്. ഇംഗ്ലീഷിൽ അതിന് വാർപ്പ് ആൻഡ് വെഫ്റ്റ് എന്ന് പറയും, ഊടും പാവും. സം ടോട്ടൽ എല്ലാം ഞാൻ തന്നെയാണ് അർത്ഥം. ആ വസ്ത്രത്തിൽ നൂലില്ലാത്ത സ്ഥലമില്ല, എല്ലാം നൂലാണ്. എന്നാൽ നൂലാണോ? നൂലല്ല, വസ്ത്രമാണ്. വസ്ത്രം എവിടെ നിന്ന് വന്നു? നൂലിൽ നിന്ന് വന്നു. നൂല് എവിടെയുള്ളത്? വസ്ത്രത്തിലുണ്ട്. വസ്ത്രം എവിടെയുള്ളത്? നൂലിലുണ്ട്. മനസ്സിലായില്ലേ? ആകെ ഒരു പിടി കിട്ടാത്ത റിഡൽ പോലെയാണ് കിടന്ന് കളിക്കുന്നത്. അപ്പോൾ സൃഷ്ടിയുടെ ഊടും പാവും നൂലാണ്. അതാണ് സുതന്തു. ആ തന്തുവിന്മേലാണ് ഇതെല്ലാം കിടന്ന് കളിക്കുന്നത്. ഈ ജഗത്ത് മുഴുവൻ കിടന്ന് മാലയിലെ പുഷ്പങ്ങൾ അല്ലെങ്കിൽ മുത്തുമണികൾ എങ്ങനെയാണോ ഒരു നൂലിന്മേൽ കോർത്ത് എല്ലാറ്റിനും പിടിച്ച് ആ ചരട് പിടിച്ച് കെട്ടി നിൽക്കുന്നത്. അപ്പം ഭഗവാൻ ഇല്ലാത്ത ഒരു മണിക്കും അസ്തിത്വമില്ല. ഭഗവാൻ ആ മണികളുടെ ഉള്ളിൽ പോകാത്ത മണികളൊക്കെ താഴ്ത്തു വീണ് പോകും. ശാശ്വതമായിട്ട് നിലനിൽക്കണമെങ്കിൽ ആ സുതന്തു എല്ലാ മണികളുടെ ഉള്ളിൽ കൂടെ പോകണം. അതിൻ്റെ ഉള്ളിൽ ജീവനാഡിയായിട്ട് ഇങ്ങനെ പോകണം. എല്ലാവരുടെ ഹൃദയത്തിലും ആ നൂലിങ്ങനെ തൊട്ടു പോകണം. അങ്ങനെ ഒരു മാലയിലെ എല്ലാ പൂക്കളോ മണികളോ അല്ലെങ്കിൽ മുത്തുകളോ വോട്ടെവർ, എന്ത് മാലയായാലും ശരി, ഈവൻ പ്ലാസ്റ്റിക് മാലയായാലും ശരി, അതൊക്കെ കോർത്ത് ഒന്നിച്ച് ഒരു മാലയായിട്ട് നിൽക്കണത് എങ്ങനെയാണ്? ഈ നൂലിൻ്റെ മുകളിൽ കൂടെയുള്ള സർക്കസ്. ഈ നൂലാണ് അതിനെല്ലാം പിടിച്ചു നിർത്തുന്നത്. അപ്പം ഞാനല്ലാതെ നൂല് പറയണം, ഞാനല്ലാതെ ഈ മാലയിൽ ആരും ഇല്ല അർജുന. മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ജ്ഞാനയോഗം 7-ാം അധ്യായം. മത്തപരതരം നാന്യത്, ന അന്യത്, അന്യമായിട്ട് ഒന്നുമില്ല. മത്തപരതരം ന അന്യത്, പരതരം, അന്യമായിട്ട് ഇതിൽ യാതൊന്നുമില്ല അർജുന. കിഞ്ചിത് അസ്ഥി ധനഞ്ജയ, ഒരു കഴിഞ്ഞിന് പോലും, ഒരു ചെറിയൊരു കഴിഞ്ഞിന് പോലും, മേപ്പടി ഇടാനുള്ള സാധനം പോലും എന്നെ അല്ലാതെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് നിനക്ക് കിട്ടില്ല. ഇതെല്ലാം എൻ്റെ സൃഷ്ടിയാണ്. എങ്ങനെ? മയി സർവമിതം പ്രോതം. ഉണ്ടോ? പ്രോതം, ഊടും പാവും. മയി സർവമിതം പ്രോതം. ഞാനിതിൽ ഊടും പാവുമായിട്ട് നിൽക്കുകയാണ്, തലങ്ങും വിലങ്ങായിട്ട് നിൽക്കുകയാണ് ഞാൻ. എങ്ങനെ പോയാലും എവിടെ പോയാലും ഞാൻ ഉണ്ടാവും. സൂത്രേ മണിഗണായി വാ. സൂത്ര മീൻസ് നൂല്. മലയാളത്തിലെ സൂത്രമല്ല. പല വാക്കുകളും മലയാളത്തിൽ അടച്ചെടുത്ത് പോരുത്. സൂത്രം, യോഗം എന്നുള്ള കാര്യങ്ങളൊന്നും മലയാളത്തിൽ അടച്ചെടുത്ത് പോരുത്. അഭ്യാസം, വൈരാഗ്യം ഒന്നും മലയാളത്തിൽ അടച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ സൂത്ര മണിഗണേയുവ. മണികൾ എങ്ങനെയാണോ സൂത്രത്തിൻ്റെ മുകളിൽ നിൽക്കുന്നത്, നൂലിൻ്റെ മുകളിൽ നിൽക്കുന്നത്, അതുപോലെയാന്ന് പറയാം. അപ്പം മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഈ സംസ്കൃത ശ്ലോകം എവിടുന്ന ട്രാൻസ്ലേറ്റ് ചെയ്തേ അറിയോ? കുഞ്ഞോട്ട് തമ്പുരാൻ്റെ മലയാള ശ്ലോകത്തുനിന്ന്. ഈയന്നിൽ നിന്നു വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ, മത്തപരതരം നാന്യത് കിഞ്ചിദസ്തി ധനഞ്ജയ. ഇതെല്ലാം നൂലിൽ മണികൾ പോലെന്നിൽ കോർത്തു നിൽപ്പതാം മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഞാൻ വ്യാസനെ അവഹേളിച്ച് പറയണതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. എൻ്റെ ഒരു എന്തൂസിയാസം കൊണ്ട് അങ്ങനെ പറഞ്ഞതാണ്. കുഞ്ഞോട്ട് തമ്പുരാൻ്റെ മഹാഭാരതത്തിൽ തർജ്ജമ അത്രയ്ക്ക് കേമാന്ന് പറയാൻ വേണ്ടി പറഞ്ഞു മാത്രമല്ല. വ്യാസനെ ഒരു കാലത്ത് നമ്മൾ അവഹേളിച്ച് പറഞ്ഞതല്ല. വ്യാസഭക്തന്മാർക്ക് തെറ്റിദ്ധാരണ വേണ്ട. മനസ്സിൽ വല്ല വിഷവും തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക, ഞാൻ ആ ഉദ്ദേശത്തിൽ പറഞ്ഞതല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ ആ തർജ്ജമയുടെ ഭംഗിയൊന്ന് നോക്കൂ. വൃത്താനുവൃത്തം, അക്ഷരത്തിന് അക്ഷരം,
ഇത് ആലോചിച്ചിരുന്ന് എഴുതിയതല്ല. സംസ്കൃത ശ്ലോകം ഒരാളങ്ങോട്ട് വായിക്കും, അതിൻ്റെ ഉടനെ നാമെന്ന് തർജ്ജമയാണ്. ഒരാൾ സംസ്കൃത ശ്ലോകം വായിക്കും, വായിക്കും, അടുത്ത ശ്ലോകം എന്താ? മത്തപരതരം നാന്യത് കിഞ്ചിതസ്തി ധനഞ്ജയ മയി സർവമിതം പ്രോതം സൂത്രേ മണിഗണായിവ. ഈ എന്നിൽ നിന്നു വേറിട്ടായി ഒന്നുമില്ല ധനഞ്ജയ, ഇതെല്ലാം നൂലിൽ മണികൾ പോലെ എന്നിൽ കോർത്തു നിൽപ്പതാം. എഴുതിക്കോളൂ. മനസ്സിലായോ? ഇതാണ് ആ പരിപാടി. അപ്പോൾ തർജ്ജമയുടെ ഗാംഭീര്യം ഒന്ന് നോക്കൂ. അപ്പോൾ ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും വീണ്ടും ഭഗവാൻ പറയണം, എന്നിൽ നിന്ന് വേറിട്ട് ലോകത്തിലൊന്നുമില്ല. സുതന്തു, ഐ ആം ദ ഗുഡ് ത്രെഡ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് സുതന്തു. അടുത്ത നാമം തന്തുവർദ്ധന. തന്തുമ്പിൽ ഇങ്ങനെ പിടിച്ചിരിക്കുക തോന്നുന്നു ഭഗവാൻ, ചരട് പിടിച്ച് കയറിപ്പോവാതുകൊണ്ട് ഭീഷ്മര്. തന്തുവർദ്ധന. വർധന എന്നാൽ രണ്ട് അർത്ഥമുണ്ട്, രണ്ട് ഓപ്പോസിറ്റ് അർത്ഥങ്ങളാണ് വർധനയ്ക്ക്. വെട്ടിക്കുറയ്ക്കാന്നുണ്ട്, വർദ്ധിപ്പിക്കുക എന്നുള്ള അർത്ഥമുണ്ട്. വർധന എന്ന് വെച്ചാൽ വർദ്ധിപ്പിക്കുന്നതുമുണ്ട്, വെട്ടിക്കുറയ്ക്കുന്നതുമുണ്ട്. രണ്ടും വർധന തന്നെ പറയാം. എക്സ്പാൻഷൻ ആൻഡ് കോൺട്രാക്ഷൻ രണ്ടിനും വർധന തന്നെ പറയാം. ഭഗവാന് രണ്ടും ചേരും ചെയ്യും. കാരണം രണ്ട് ഫങ്ഷനുണ്ട് ഭഗവാന്, ഇല്ലേ? ജനനം ആൻഡ് മരണം. ഇന്ന് ശാസ്ത്രം എത്രയോ ബുദ്ധിമുട്ടി മൂക്ക് വശർത്ത് കണ്ടുപിടിച്ചൊരു കാര്യം എന്താ വെച്ചാൽ, ദി വേൾഡ് ഈസ് എക്സ്പാൻഡിങ്, ദി യൂണിവേഴ്സ് ഈസ് എക്സ്പാൻഡിങ്. സയൻറ്റിഫിക് ഇൻവെൻഷൻ. ഭഗവാൻ സൃഷ്ടി നടത്തിക്കൊണ്ടേയിരിക്കുന്നു, വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒന്ന് പലതാവണം എന്നുള്ള ആഗ്രഹം ഭഗവാൻ നിൽക്കുന്നില്ല. അതുകൊണ്ട് നാച്ചുറലി ദ സൃഷ്ടി ഈസ് എക്സ്പാൻഡിങ്. ജനനം നടന്നുകൊണ്ടേയിരിക്കുന്നു, അതേപോലെ മരണവും നടക്കുന്നു. മരണം മാത്രമേ മാതൃഭൂമിയിലും മനോരമയിലും റിപ്പോർട്ട് ചെയ്യണുള്ളൂ, ജനനം റിപ്പോർട്ട് ചെയ്യണില്ല. ആൾക്കാരെ പേടിപ്പിക്കാനാവും. അപ്പോൾ വർധന എന്ന വാക്കിൻ്റെ രണ്ടും അർത്ഥമുണ്ട്. ആ രണ്ടു വാക്കും ഭഗവാന് യോജിച്ചതാണ്. ഈസ് ബിസി ക്രിയേറ്റിംഗ്, ഈസ് ബിസി ഡിസ്ട്രോയിങ്. ഡിസ്ട്രക്ഷൻ എന്നുള്ളൊരു വാക്കല്ല അവിടെ ഡിസ്ട്രക്റ്റീവ് കൺസ്ട്രക്ഷൻ, അല്ലെങ്കിൽ കൺസ്ട്രക്റ്റീവ് ഡിസ്ട്രക്ഷൻ, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം. സംഹാരം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സംഹാരം, ഗുഡ് ഡിസ്ട്രക്ഷൻ, ഫോർ ദ ഗുഡ്. അല്ലേ? ഒന്ന് നശിക്കുന്നത് ഒന്ന് നല്ലതല്ലേ? ചെറുപ്പം നശിച്ചു യൗവനം വന്നു, യൗവനം നശിച്ചു വാർദ്ധക്യം വന്നു. ഇതൊക്കെ നല്ലതല്ലേ? ഒന്ന് നശിച്ചു എന്ന് പറയുന്നത്. ഇല്ലെങ്കിൽ അതങ്ങനെ നിൽക്കണ്ടേ, അവിടെ തന്നെ നിൽക്കണ്ടേ? മുളക് കൂട്ടിയ രുചി നാവുമെന്ന് പോയി, മധുരം കൂട്ടിയ രുചി വന്നു, മധുരം കൂട്ടിയത് പോയി, പുളിയുടെ വന്നു, പുളി പോയി, എരിവ് വന്നു. ഇങ്ങനെ ഓരോന്ന് വന്ന് മാറി മാറി മാറിക്കൊണ്ടിരുന്നാലല്ലേ അതൊരു കേവമായിട്ടുള്ള സദ്യ എന്ന് പറയാൻ പറ്റുള്ളൂ. എല്ലാം തൊട്ടതൊക്കെ പുളിയാണെങ്കിൽ എന്ത് സദ്യ അത്? അതും പുളി, ഇതും പുളി, മറ്റവും പുളി, മറിച്ചും പുളി. എൻ്റെ ഒരാൾ പറഞ്ഞു എല്ലാം ചക്കയായിരുന്നു. എന്താ കൂട്ടാൻ? എന്താ? ചക്ക. ഉപ്പേരിയോ? ചക്ക. മെഴുക്ക് പുരട്ടിയോ? ചക്ക. കൂട്ടാൻ എന്താ? കൂട്ടാനും ചക്ക. ഉപ്പിലിട്ടെന്താ? അതും ചക്ക. അപ്പം ഒരു പറഞ്ഞു, അതേ ചോറും ചക്കയാണെങ്കിൽ വിളമ്പാൻ വരട്ടേട്ടോ എന്ന്. അല്ലേ? തമാശ പറയും. ചോറും ചക്കയാണെങ്കിൽ വിളമ്പാൻ വരട്ടെ, കാരണം എല്ലാം ചക്കയാ സദ്യക്കേ. എന്തിനു കൊള്ളാം? അപ്പോൾ ചോറും ചക്കയാണെങ്കിൽ വിളമ്പണ്ട, തമാശ പറയും. അപ്പോൾ എല്ലാം ചക്കയാണെങ്കിൽ എന്തായാലും രസമുള്ളത്. ഇപ്പോൾ എരിവ്, പുളി, മധുരം, അങ്ങനെയുള്ള പല പല വെറൈറ്റി ഉണ്ട്. ഇറ്റ്സ് എ സ്പൈസ് ഓഫ് ലൈഫ്, വെറൈറ്റി. അപ്പോൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം. ഇങ്ങനെ ഓരോ ഓരോ മൂലയിലും മുക്കിലും ലോകം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇപ്പം ഇന്നത്തെ ശാസ്ത്രജ്ഞന്മാരുടെ കണ്ടുപിടുത്തമൊന്നുമല്ല, മഹർഷിമാരെന്നോ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. ലോകം ക്ഷയിക്കുകയും ചെയ്യുന്നു, ലോകം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ് മൈ ഡിയർ. പുതിയ ഗോളങ്ങൾ രൂപം കൊള്ളുന്നു, പഴയ ഗോളങ്ങൾ നശിക്കുന്നു. ലോകങ്ങളല്ല, ഗോളങ്ങൾ. എത്രയോ പുതിയതായിട്ടുള്ള ഗോളങ്ങൾ കുടികൊള്ളുന്നു, അല്ല ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു.
രൂപീകരിക്കപ്പെടുന്നു ഓരോ ദിവസവും. ആ ഗോളം ഉണ്ടാവാനായിട്ടുള്ള പ്രക്രിയകൾ ദിവസേന നടന്നുകൊണ്ടിരിക്കുന്നു. കുറേ യുഗങ്ങൾ കഴിയുമ്പോഴായിരിക്കാം ഒരു ഗോളം ഉണ്ടാവുന്നത്. കുറേ കഴിയുമ്പോഴായിരിക്കാം നശിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ സൂര്യനൊക്കെ ഉണ്ടല്ലോ, ഒക്കെ നശിക്കൊരിക്കേ. ഇന്നല്ലെങ്കിൽ നാളെ, അല്ലെങ്കിൽ മറ്റന്നാൾ. സോൺലി ടൈം അല്ലേ? ഒരു കാലത്ത് സൂര്യൻ ഉണ്ടായിരുന്നില്ലല്ലോ, സൃഷ്ടിക്കപ്പെട്ടതല്ലേ. അതിങ്ങനെ വർദ്ധിക്കും സൃഷ്ടി. അത് കഴിഞ്ഞാൽ ഒക്കെ ക്ഷയിക്കും ചെയ്യും. തന്തുവർദ്ധന തന്തുവർദ്ധന. ഇത് മുഴുവൻ ഈ സൃഷ്ടിക്കപ്പെടുന്നതും ഉണ്ടാക്കപ്പെടുന്നതും സൃഷ്ടിക്കപ്പെടുന്നതും സംഭരിക്കപ്പെടുന്നതും എല്ലാം എന്താ? മുത്തശ്ശി ഭാഗവതം സപ്താഹത്തിന് പോയി പറഞ്ഞ പോലെ എല്ലാം ഭഗവാന്റെ ലീല തന്നെ. അവിടെ എത്തും നമ്മൾ അവസാനം. എല്ലാം ഭഗവാന്റെ ലീല, ഫുൾ സ്റ്റോപ്പ്. മനസ്സിലായില്ലേ? അപ്പോൾ അതാണ് തന്തുവർദ്ധന. അടുത്ത നാമം ഇന്ദ്രകർമ്മ. ഇന്ദ്രകർമ്മ എന്ന് വെച്ചാൽ ദേവേന്ദ്രൻ്റെ പോലെയുള്ള പ്രവൃത്തികൾ ചെയ്യുന്നവൻ ഇന്ദ്രകർമ്മ. അതെങ്ങനെയാ? സബോർഡിനേറ്റിൻ്റെ പ്രവൃത്തി ബോസ് ചെയ്യേ, ഇന്ദ്രൻ്റെ പ്രവൃത്തി ഭഗവാൻ ചെയ്യേ. അങ്ങനെയാണ് അർത്ഥം പറഞ്ഞിരിക്കുന്നത് അവിടെ. ഇന്ദ്രകർമ്മ, ഇന്ദ്രൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യുക. അല്ലെങ്കിൽ വേറൊരർത്ഥം പറഞ്ഞിരിക്കുന്നത്, ഇന്ദ്ര എന്നുള്ള അർത്ഥം പറഞ്ഞിരിക്കുന്നത് പരമ ഐശ്വര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. ഇന്ദ്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐശ്വര്യം എന്നുള്ള അർത്ഥമുണ്ട്. ഐശ്വര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. അത് പിന്നെയും സഹിക്കാം ഇല്ലേ? നല്ല കാര്യങ്ങളാണ് ചെയ്യണം, ദാറ്റ്സ് ഓക്കെ, അണ്ടർസ്റ്റാൻഡബിൾ. പക്ഷെ ഇന്ദ്രൻ ചെയ്യുന്ന കാര്യം ഭഗവാൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് കുറച്ച് കടന്ന കൈയായി പോയില്ലേ? ഭീഷ്മർക്ക് തെറ്റിയോ? തെറ്റിയിട്ടില്ല, ഒരു തെറ്റും പറ്റിയിട്ടില്ല. ഒരു കാര്യം ആലോചിക്കുമോ? ഭഗവാൻ ചില വ്യവസ്ഥകൾ ഉണ്ടാക്കി വച്ചിട്ടുണ്ട് ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ട്, ലോക നന്മയ്ക്ക് വേണ്ടിയിട്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നുള്ള ആശയം വെച്ചിട്ട് ഓരോരുത്തർക്കും ഓരോ വ്യവസ്ഥകൾ, ഓരോരുത്തർക്കല്ല ലോകത്തിന് മുഴുവൻ ഓരോ വ്യവസ്ഥകൾ, അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഒരു മാനുവൽ. അതുപ്രകാരം മനുഷ്യന്മാർക്ക് മാത്രമല്ല കേട്ടോ, എല്ലാ സൃഷ്ടികൾക്കും, ഗോളങ്ങൾക്ക്, പക്ഷിമൃഗാദികൾക്ക്, സസ്യലതാദികൾക്ക്, പഞ്ചഭൂതങ്ങൾക്ക്, നക്ഷത്രങ്ങൾക്ക്, സൂര്യന്, ചന്ദ്രന്, എല്ലാം ദേവന്മാർക്ക്, എല്ലാവർക്കും ഒരു മാനുവൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, ഹൗ ടു ഡീൽ വിത്ത് ദം. അത് ഭഗവാന്റെ വ്യവസ്ഥയാണ്. വ്യവസ്ഥാന ഒരു നാമം പഠിച്ചിട്ടില്ലേ? വ്യവസ്ഥ, സിസ്റ്റം, എല്ലാം സിസ്റ്റമാറ്റിക്കാണ്. സിസ്റ്റം, എല്ലാറ്റിനും സിസ്റ്റം ഉണ്ട്. നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻ്ററൊക്കെ അവിടെ അപ്പുറത്തിരിക്കും ഭഗവാന്റെ സിസ്റ്റം നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ. അപ്പോൾ ആ സിസ്റ്റത്തിൽ പല ആൾക്കാർക്ക് പല രീതിയിലുള്ള ഭഗവാന്റെ അധികാരം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. ഡെലിഗേഷൻ ഓഫ് പവേഴ്സ് അല്ലേ? എല്ലാം മാനേജർക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എം ഡിക്ക് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ കമ്പനീൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിന് ചെയ്യാൻ പറ്റും. കുറേ അധികാരങ്ങൾ കൊണ്ടുകൊടുക്കും. അതുപോലെ രാജ്യത്തെ ഒരു പ്രൈം മിനിസ്റ്റർ, ചീഫ് മിനിസ്റ്റർ, എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റും. അതുകൊണ്ടല്ലേ മിനിസ്ട്രി ഉണ്ടാകുന്നത്. 42 മിനിസ്ട്രി എന്തിനാ യൂണിയൻ ഗവൺമെൻറ്റിന്? 40 മിനിസ്റ്റേഴ്സ് എന്തിനാ? ഓരോരുത്തർക്കും ഓരോ വകുപ്പ് കൊടുത്തിട്ടുണ്ട്, ഓരോ പോർട്ട്ഫോളിയോ കൊടുത്തിട്ടുണ്ട്, അത് ചെയ്യാം. അപ്പോൾ ഇന്ദ്രന് കൊടുത്ത വകുപ്പ് ഏതാ? ഭഗവാന്റെ വ്യവസ്ഥയിൽ ദേവേന്ദ്രന് കൊടുത്ത പോർട്ട്ഫോളിയോ എന്താ? സ്വർഗം ഭരിക്കുക, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫ് സ്വർഗം, ദേവന്മാർക്ക് സംരക്ഷണം നൽകുക, സെക്യൂരിറ്റി ഫോർ ഡെനിസൻസ്, അവരുടെ ചുമതലകൾ വേണ്ട പോലെ നിർവഹിക്കുക, അത് നോക്കുക, നിർവഹിക്കുന്നുണ്ടോ എന്ന് നോക്കുക. ദേവന്മാർക്ക് ചുമതലകൾ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ചുമതലകളൊക്കെ അവർ നല്ല പോലെ നിർവഹിക്കുന്നുണ്ടോ എന്ന് ഒരു മേൽനോട്ടം നോക്കുക. സ്വർഗത്തിലുള്ളവരുടെ വെൽഫെയർ, അവരുടെ പെൻഷൻ, അവരുടെ ഗ്രാറ്റുവിറ്റി, സമയം കഴിഞ്ഞാൽ പുറത്താക്കേണ്ട കാര്യം, ഉള്ളിലേക്ക് വരുമ്പോൾ റിസപ്ഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സ്വർഗത്തിൽ പോണവർക്ക്. അപ്പോൾ സ്വർഗവാസികളുടെ വെൽഫെയർ ഇല്ലേ, അങ്ങനെയൊക്കെ ഇല്ലേ? ട്രൈബൽ വെൽഫെയർ മിനിസ്ട്രിയൊക്കെ ഇല്ലേ എന്നും? പ്രവാസി വെൽഫെയർ, അങ്ങനെയുള്ള പ്രവാസി സ്വർഗത്തിൽ പോയവർക്കുള്ള
വെൽഫെയർ, ഇതാണ് അയാളുടെ മിനിസ്ട്രി, ദേവേന്ദ്രൻ്റെ അല്ലേ? ഇതൊക്കെയാണ് ദേവേന്ദ്രൻ്റെ മിനിസ്ട്രി. അവിടെ ആ കർമ്മങ്ങൾ ഭഗവാൻ ഇന്ദ്രൻ നിർവഹിക്കണം. എന്നാൽ ഭഗവാന്റെ സ്പെഷ്യൽ പോർട്ട്ഫോളിയോ എന്താ? ഭഗവാൻ പ്രൈം മിനിസ്റ്ററെ പോലെ ചീഫ് മിനിസ്റ്ററെ പോലെ എല്ലാ നേതാക്കന്മാരെയും നയിക്കുന്ന, എല്ലാ മന്ത്രിമാരെയും നയിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ എങ്കിലും പോർട്ട്ഫോളിയോയുടെ പ്രാധാന്യം അനുസരിച്ചിട്ട്, സബ്ജക്റ്റിൻ്റെ പ്രാധാന്യം അനുസരിച്ചിട്ട് ചില പോർട്ട്ഫോളിയോകൾ, ചില എന്താ പറയുക, മിനിസ്ട്രികൾ, മന്ത്രാലയങ്ങൾ ചീഫ് മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ സ്വന്തം കീഴിൽ വയ്ക്കും. ന്യൂക്ലിയർ ഡെവലപ്മെൻറ്റ് വളരെ വളരെ രാഷ്ട്രത്തിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, ചിലപ്പോൾ എക്സ്റ്റേണൽ അഫയേഴ്സ്, ഇതൊക്കെ PM കീഴിൽ വയ്ക്കും. ചില PM, ചിലവർ അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, അവരുടെ വ്യവസ്ഥയാണത്. പക്ഷെ എന്തുതന്നെയായാലും പ്രധാനപ്പെട്ട വ്യവസ്ഥകളെല്ലാം, പോർട്ട്ഫോളിയോസ് എല്ലാം ഭഗവാന്റെ കീഴിലാണ് ഉണ്ടാവുക. ആ പ്രധാനപ്പെട്ട മന്ത്രാലയം ആ പ്രൈം മിനിസ്റ്ററുടെ കീഴിലായിരിക്കും. നാഷണൽ ഡെവലപ്മെൻറ്റ്, മനസ്സിലായില്ലേ? അങ്ങനെയുള്ള, അതുപോലെ നാഷണൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസി, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ, പ്രധാനപ്പെട്ട കാര്യങ്ങൾ സ്റ്റേറ്റിലാണെങ്കിൽ ഒന്ന് ചീഫ് മിനിസ്റ്റർ കീഴിലായിരിക്കും. ഹോം സ്റ്റേറ്റിലെ ചീഫ് മിനിസ്റ്റർ കീഴിലാണ് കാലങ്ങളായിട്ട്. എന്താ, വളരെ പ്രധാനപ്പെട്ടതാണ്, സെൻസിറ്റീവ് ഇഷ്യൂസ് ഉള്ളതാണ്, വളരെ പ്രധാനപ്പെട്ട വകുപ്പാണ്. അത് മുഖ്യമന്ത്രിനെ കൈകാര്യം ചെയ്യണം. അതുപോലെ സെൻട്രൽ ഗവൺമെൻറ്റിൽ പ്രൈം മിനിസ്റ്ററിനെ കൈകാര്യം ചെയ്യേണ്ട ചില വകുപ്പുകളുണ്ട്, കൈകാര്യം ചെയ്യും. അങ്ങനെയുള്ള ചില വകുപ്പുകൾ ഭഗവാൻ നേരിട്ട് കയ്യിൽ വെച്ചിട്ടുണ്ട്. അതേതാ ഭഗവാന്റെ സ്പെഷ്യൽ പോർട്ട്ഫോളിയോ? ഇതുപോലെ ജഗത്തിൻ്റെ പരിപാലനം, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദിസ് വേൾഡ്, ഈ ലോകത്തിൻ്റെ പരിപാലനം ഭഗവാന്റെ കീഴിലാണ്. ഡയറക്റ്റ്ലി അണ്ടർ PM. അപ്പോൾ എത്ര പ്രധാനമായ മന്ത്രാലയമാണ് എന്ന് നോക്കൂ അല്ലേ? മനുഷ്യരുടെ ഭാഗ്യമല്ലേ? ഭഗവാന്റെ നേരെ കീഴിലുള്ള മിനിസ്ട്രിയിലാണ് നമ്മളൊക്കെ. നമ്മുടെ വെൽഫെയർ നോക്കുന്നത് ആരറിയോ? ഭഗവാനാണ്, ഗുരുവായൂരപ്പൻ. ഏറെ ഇന്ദ്രനും ചന്ദ്രനും സൂര്യനൊന്നും അല്ല, അവരൊക്കെ കുട്ടിദൈവങ്ങളല്ലടോ. നമ്മളെ സംരക്ഷിക്കേണ്ട ആരാ? അവർ PM, അവർ ഗോഡ്, അവർ ലോഡ്. എൻ്റെ ഗുരുവായൂരപ്പൻ്റെ എൻ്റെ കൂടെ. ഭട്ടതിരിപ്പാട് വെറുതെ അല്ല പറഞ്ഞേ, ഹന്തഭാഗ്യം ജനാനാംന്ന്. എന്തൊരു വാക്കുകളാ നോക്കൂ. ഹന്തഭാഗ്യം ജനാനാ, എൻ്റെ ഗുരുവായൂരപ്പാ. അങ്ങനെ ഞങ്ങളുടെ നേതാവായത് ജനങ്ങളുടെ ഭാഗ്യം നല്ലതാണ്, ഞാൻ എന്താ പറയാ. അപ്പം ഇന്ദ്രൻ സ്വർഗത്തിൽ ഇന്ദ്രൻ്റെ പോർട്ട്ഫോളിയോ നടത്തുന്നത് പോലെ ഭഗവാന്റെ പോർട്ട്ഫോളിയോകൾ നടത്തുന്നു. ഇന്ദ്രകർമ്മ. ഇന്ദ്രൻ അവിടെ എങ്ങനെയാണോ ചെയ്യുന്നത്, ഡിഫൻസ് മിനിസ്റ്ററുടെ പോർട്ട്ഫോളിയോ എങ്ങനെയാണോ നടത്തുന്നത്, പ്രൈം മിനിസ്റ്റർ പോർട്ട്ഫോളിയോ അതുപോലെ നടത്തണം. ഒരു വ്യത്യാസമില്ല, ഭാവഭേദങ്ങളൊന്നുമില്ല എന്നർത്ഥം. പക്ഷെ എങ്കിലും ഒരു പ്രയോറിറ്റി ഉണ്ട്, ഒരു അൺസെഡ് പ്രയോറിറ്റി അല്ലേ, ആണ് ഇന്ദ്രകർമ്മ. അപ്പോൾ ഇന്ദ്രൻ സ്വർഗത്തിൽ ചെയ്യുന്ന അതേ കർമ്മം ഭഗവാൻ ജഗത്തിൽ ചെയ്യുന്നു. സ്വന്തം കോൺസ്റ്റിറ്റ്യുവൻസിയാണ് അർത്ഥം. ഇപ്പോൾ കാശി ഉണ്ടില്ലേ, ബനാറസ്, എന്ത് ഡെവലപ്മെൻ്റ് അവിടെ വന്നിരിക്കണം. എന്താ കാരണം? നമ്മുടെ ആളവിടെ. മനസ്സിലായി ഞാൻ പറയണത്? പേരൊന്നും പറയണ്ടല്ലോ. അതുകൊണ്ടാണ് ഇന്ദ്രകർമ്മ. ഇനി രണ്ടാമത്തെ അതിലർത്ഥം പരമ ഐശ്വര്യമായ കർമ്മങ്ങൾ ചെയ്യുന്നവൻ. ഭഗവാന്റെ ഏത് കർമ്മ പരമൈശ്വര്യം അല്ലാത്തുള്ളത്? എല്ലാ കർമ്മവും പരമൈശ്വര്യത്തിന് ലക്ഷ്യമാക്കിയിട്ടാണ് ഭഗവാൻ ചെയ്യണത്. ഇത് മാത്രമല്ല, എന്ത് കർമ്മം ഭഗവാൻ ചെയ്താലും അത് പരമ ഐശ്വര്യം ലക്ഷ്യമാക്കി ചെയ്യണതാണ്. നീതിമാനായിട്ട് നിഷ്പക്ഷഭാവത്തോടു കൂടി കർമ്മം വഹിക്കുന്ന വ്യക്തിയാണ് അവതാര പുരുഷന്മാർ. ഇന്ദ്രനെ പോലെ അഹങ്കാരമോകാരങ്ങളൊന്നുമില്ല. പെട്ടെന്ന് അങ്ങോട്ട് ദേഷ്യം വന്ന് മഴ പെയ്ക്ക്, അങ്ങോട്ട് കാറ്റ് വീശ്, നീ അങ്ങോട്ട് പോയിട്ട് അവിടെ പോയിട്ട് വീശ്, അവനെ
ചമ്മന്തിയൊക്കെ കൊണ്ടുപോയിട്ട് ഇവനെ കുണ്ടിച്ചാടിക്ക്. ഈ വക അഹങ്കാരം അഹങ്കാരങ്ങളൊന്നുമില്ല. ഇന്ദ്രൻ അങ്ങനെ ചിലതൊക്കെ ഉണ്ടേ. തന്നെ ആദരിക്കാത്തവരും വല്ലവരും ഉണ്ടെങ്കിൽ അവനെ അപ്പം കാച്ചും. ഇപ്പോൾ അങ്ങനെയൊക്കെ അല്ലേ ഉണ്ടായ എന്താണ് കൃഷ്ണൻ ഗോവർദ്ധന ഉദ്ധാരണമൊക്കെ. ഗോവർദ്ധനെ പൂജിക്കുക എന്ന് പറഞ്ഞപ്പോൾ ഇന്ദ്രൻ്റെ ദേഷ്യം വന്നു. എന്നെ മറികടക്ക്, അങ്ങനെയുണ്ടോ എന്നപ്പം കാണിച്ചു കൊടുക്കാം. അങ്ങനെ വൈരാഗ്യവും വാശിയും വൈരാഗ്യമൊക്കെ ഉള്ളൊരു മനുഷ്യനാണ് ഇന്ദ്രനെ. ഈ ഭഗവാൻ അങ്ങനെ, ഗുരുവായൂരപ്പൻ അങ്ങനെയൊന്നുമില്ല. അങ്ങനെ ഒരാളോടും വാശിയില്ല, ഒരാളോടും വൈരാഗ്യമില്ല. എല്ലാം സമഭാവം, നീതിമാൻ, ന്യായസ്ഥനായും സമദർശിയായും ജഗന്നിയന്താവ് നയിച്ചിടുന്നു. ഒരു വാശിയും വിദ്വേഷവും ഒന്നുമില്ല ആരോടും. എല്ലാവരും ഈക്വൽ, സമഭാവനയോടുകൂടി നോക്കുന്നവൻ. വിദ്യാവിനയ സമ്പന്ന ബ്രാഹ്മണോ ഗവിഹസ്തിന ശുനൈ ശുനവാചയ പണ്ഡിത സമദർശിന ശുനകേശ ശ്വവാകേശ പണ്ഡിത സമദർശിന. സമദർശിയായിട്ട് ഭഗവാൻ നോക്കുന്നു. അതുകൊണ്ട് ഇന്ദ്രകർമ്മ. അടുത്ത നാമം മഹാകർമ്മ. മേൽപ്പറഞ്ഞ അർത്ഥം തന്നെ കേട്ടോ. ഐശ്വര്യമായിട്ട് കർമ്മം ലക്ഷ്യം, പരമ ഐശ്വര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് കർമ്മം ചെയ്യുന്നത്, അത് മഹാകർമ്മം തന്നെ ആവുമല്ലോ. സാധാരണ കർമ്മം ആവില്ലല്ലോ. ദ ഗ്രാൻഡ് കർമ്മ അല്ലേ. മഹത്തായ കർമ്മം ചെയ്യുന്നവൻ അർത്ഥം. വളരെ മഹത്തായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്യുന്നവൻ. അതേ വെച്ചാൽ വ്യവസ്ഥകളും നോക്കൂ. പാപം ചെയ്തവന് എന്നും പാപം, അങ്ങനെ ഒരു വ്യവസ്ഥയുണ്ടോ? ഞാൻ അറിയാണ്ടൊരു പാപം ചെയ്തു, അറിയാണ്ടൊരു പാപം ചെയ്തു, അവൻ എന്നും പാപിയായിട്ട് മുദ്രകുത്തി. യു സിന്നേഴ്സ് ഓഫ് ദ വേൾഡ്. അവന് പിന്നെ ഒരു സാൽവേഷൻ ഇല്ല. നീ പാപം ചെയ്തില്ലേ, നീ പാപി തന്നെ, നോ ഡൗട്ട്. വേറൊരാൾ പുണ്യം ചെയ്തു, നീയേ ചെയ്യണതൊക്കെ പുണ്യമാവും കേട്ടോ എന്ന് വെച്ചാൽ അയാൾക്ക് പാപം ചെയ്യാനുള്ള അർഹത ഇല്ല എന്നല്ല. അയാൾക്ക് വേണമെങ്കിൽ അയാൾക്ക് പാപം ചെയ്യാം, അതിൻ്റെ ശമ്പളവും വാങ്ങിക്കാം. പുണ്യം ചെയ്തത് ശരി, ഓക്കെ. അതുകൊണ്ട് നീ പാപം ചെയ്താലും തന്നെ ഞാൻ പുണ്യാളെന്ന് വിളിക്കുന്നത് കണക്കാക്കണ്ട. ഞാനീ ഇന്ന് വിളിക്കുന്ന പുണ്യാളൻ എന്ന് പറഞ്ഞ ഒന്നും പാപം ചെയ്യാത്തവരില്ല. പുണ്യാളന്മാരും പാപം ചെയ്യുന്നവരുണ്ടാവും, പാപികൾ നല്ല കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടാവും. മനസ്സിലായില്ലേ? അപ്പോൾ കർമ്മത്തിനാണ് അവിടെ വ്യവസ്ഥ. നോക്കൂ, ദ ലോ ഓഫ് കർമ്മ, ആ ഒരു സ്കീമൊന്നും നോക്കൂ. മഹാകർമ്മല്ലേ ഭഗവാൻ അവതരിപ്പിച്ചിട്ടുള്ള ലോകത്തിൽ. എന്തൊരു നല്ല വ്യവസ്ഥയത്. എവറി സെയിൻറ്റ് ആസ് എ പാസ്റ്റ്, എവറി സിന്നർ ആസ് എ ഫ്യൂച്ചർ അല്ലേ. എല്ലാ സന്യാസിവരന്മാർക്കും ഒരു പാസ്റ്റ് ഉണ്ട്, ഒരു ഭൂതകാലമുണ്ട്. ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പാടില്ലാത്ത ചെയ്തു വന്നവർ തന്നെ അവരും ധാരാളം ചെയ്തിട്ടുണ്ടാവും. പക്ഷേ മനസ്സിന് പരിവർത്തനം വരാനുള്ള ചാൻസ് കിട്ടിയപ്പോൾ അവരിത് വിട്ടില്ല. പരിവർത്തനത്തിൻ്റെ മാർഗത്തിലൂടെ പോയി മനസ്സിന് പരിവർത്തനം ഉണ്ടാക്കി. അതുപോലെ തന്നെ പുണ്യാളന്മാർ, പുണ്യം ചെയ്തവർ, അവരെന്നും പാപം ചെയ്യില്ല ഒന്നുമില്ല. അവർക്കും ചെയ്യാൻ പാവം. അവരുടെ മനസ്സെപ്പോഴാണ് മാറുകയെന്നറിയില്ല. ഈ ചെറുത്തന്മാർ പുറത്തുള്ളവരുണ്ടല്ലോ, ഷഡ്വർഗ്ഗങ്ങൾ, കാമക്രോധ ലോപമോഹമത മാത്സര്യാദികൾ, അവരെപ്പോഴാണ് പിടിച്ച് അവരുടെ ഡിസ്ക്രിമിനേഷൻ പവർ, അവരുടെ വിസ്റ്റം, അവരുടെ ബുദ്ധി എപ്പോഴാണ് പിടിച്ച് തകടം മറിക്കാമെന്നറിയില്ല. അങ്ങനെ തകടം മറിച്ചാൽ ഇവർക്ക് അതൊന്നും ബാധകമല്ല, ഒക്കെ അവർ അറിയേണ്ട ചെയ്താന്ന് പറഞ്ഞ് വിടുമൊന്നുമില്ല. ആ ചെയ്ത കർമ്മത്തിന് പാപം അനുഭവിക്കുക വേണം. പുണ്യാളനായാലും ശരി. പാപിയുടെ പാപം അനുഭവിക്കണു, പുണ്യാളൻ്റെ അനുഭവിക്കണു. ഫിനിഷ്ഡ്. What a balanced law of karma. What a balanced law of karma. നോക്കൂ. അപ്പോൾ സെൽഫ് ഇംപ്രൂവ്മെൻറ്റിന് സ്കോപ്പുള്ള ഒരു സിസ്റ്റമാണ് ഈ ലോ ഓഫ് കർമ്മ എന്ന് പറയുന്നത്. അല്ലാണ്ട് പാപം ചെയ്തും പാപം തന്നെ അവിടെ കിടക്കും. ജന്മം മുഴുവൻ, ജന്മല്ല ജന്മാന്തരങ്ങൾ നീ പാപം എന്നോട് ആരാ ചെയ്യാൻ പറഞ്ഞത്? അനുഭവിക്കുക. അല്ല, നാളെ എനിക്ക് മാറണമെങ്കിൽ മാറാം. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ്. അഹങ്കരിക്കും വേണ്ട, നല്ലവനാ. നിനക്ക് എപ്പോൾ വേണമെങ്കിൽ താഴത്തേക്ക് ചാടാം. ബി കെയർഫുൾ.
അതാണ് മഹാകർമ്മ. ഭഗവാന്റെ കർമ്മമാണത്, മഹാകർമ്മ. മനസ്സിലായില്ലേ? അടുത്ത നാമം 788 കൃതകർമ്മ. കൃതകർമ്മ കൃതകർമ്മ എന്ന് വെച്ചാൽ എല്ലാം ചെയ്തു കഴിഞ്ഞവൻ. എക്സോസ്റ്റഡ് ഓൾ കർമാസ്, നത്തിങ് ലെഫ്റ്റ്. ഒന്നുമില്ല എനിക്കിപ്പോൾ ചെയ്യാൻ. എൻ്റെ ടേബിൾ ഈസ് ഫ്രീ, ഒരു ഫയലും ഇല്ല പെൻഡിങ്, എല്ലാം തീർത്തു, എല്ലാ ഫയലും ഒപ്പിട്ടയച്ചു വിത്ത് പ്രോപ്പർ ഡെസിഷൻസ്. അല്ലാണ്ട് വെറുതെ പ്ലീസ് സ്പീക്ക് ടു സീ, കം ഫോർ ഡിക്റ്റേഷൻ, ഇങ്ങനെയുള്ള നോട്ടിങ്സ് ഒന്നുമല്ല. ഉടനെ ഡെസിഷൻ കൊടുത്തിട്ടുള്ള ഫയൽ ക്ലോസ്ഡ്. ഭഗവാന്റെ അടുത്ത് വന്നു പോയിട്ടുള്ള ഫയലൊന്നും പിന്നെ തിരിച്ചങ്ങോട്ട് വരില്ല. മനസ്സിലായില്ലേ? അങ്ങനെ ഡെസിഷൻസ് എടുത്തിട്ടാണ് ഫയൽ വിടുക, ഓരോ ഫയലും ഭഗവാന്റെ അടുത്ത് വിടുക. അത് അങ്ങനെയുള്ള ഡിസ്പോസൽ കഴിഞ്ഞിട്ട് എൻ്റെ ടേബിൾ ഫ്രീ ആണ് അർജുന. ഐ ഹാവ് നത്തിങ് എൽസ് ടു ഡു. ഐ എം ടോട്ടലി ഫ്രീ, ഓൾവേസ് ഫ്രീ. കാരണം എനിക്കൊന്നും ചെയ്യാനില്ല. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. കിഞ്ചന, കുറച്ച് പോലും, ഈവൻ നൗൺസ് ഓഫ് വർക്ക് ഐ ഡോണ്ട് ഹാവ് ടു ഡു. ഐ ഡോണ്ട് ഹാവ്. ഞാൻ എന്താ ചെയ്യുക? എനിക്കൊന്നും ചെയ്യാനില്ല. നമേ പാർത്ഥ അസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന, 3-ാം അധ്യായത്തിൽ പറയുമ്പോൾ കർമ്മയോഗത്തിൽ. എനിക്ക് പാർത്ഥ മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ. ആയി, എനിക്ക് പാർത്ഥ മുപ്പാരിൽ ഒന്നും ചെയ്യേണ്ടതില്ലടോ. നമേ പാർത്ഥാസ്തി കർത്തവ്യം ത്രിഷു ലോകേഷു കിഞ്ചന. അങ്ങനെയുണ്ട് തർജ്ജമ. ഇവിടുന്ന് അങ്ങോട്ട് ആയാലും കൊള്ളാം, ഇവിടുന്ന് ഇങ്ങോട്ട് ആയാലും കൊള്ളാം, രണ്ടും കേമാ അല്ലേ? അപ്പോൾ അതാണ് കൃതകർമ്മ എന്ന് പറയുന്നത്. ഇതിപ്പോൾ ഇന്ന് അവിടെ നിൽക്കട്ടെ, കൃതകർമ്മയിൽ നിൽക്കട്ടെ. അപ്പോൾ അടുത്ത നാമം നോക്കാം, അടുത്ത നാളെ നോക്കാം. അതുവരെ എല്ലാവർക്കും ഹരി ഓം. ഓം പൂർണ്ണമദ പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം തത്സത്. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനേ രക്ഷിക്കണേ. നാരായണ.